Hi all, welcome back. KTUവിന്റെ ഫോർത്ത് സെമിസ്റ്ററിലെ ഇലക്ട്രിക്കലിന്റെ ഫോർത്ത് സെമിസ്റ്ററിലെ ഈ ET202 DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ അതിൽ മൊഡ്യൂൾ 3 ഫിഫ്ത്ത് ലെക്ചർ സ്പീഡ് കൺട്രോൾ ഓഫ് DC സീരീസ് മോട്ടോഴ്സ്, അതുപോലെ ഇലക്ട്രിക് ബ്രേക്കിംഗ്, ഇത്രയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. Speed control of DC motor. The speed of a DC motor is given by N is directly proportional to EB by 5, where N is equal to K into V minus IA into R by 5 RPM, where K is the proportionality constant. ഈ ഇത് പോയപ്പോൾ അപ്പൊ ഇവിടെ നമ്മൾ വിചാരിക്കും RA അല്ലേ. അപ്പൊ ഇത് നമ്മൾ ജനറലൈസ് ചെയ്തിട്ടുള്ളവരുണ്ട് ഷണ്ടിൽ സീരീസിനും കൂടിയിട്ട്. ഇവിടെ എന്താണ് പറയാ, വേർ R is equal to RA in the condition of a shunt motor, and R is equal to RA plus RC in the case of a series motor. From the expression 1, it is clear that there are three main methods for controlling the speed of a DC motor, namely by varying the flux per pole, അതിനെ നമ്മൾ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയും. പിന്നെന്താണ്, ബൈ വേരിയിങ് ദ റെസിസ്റ്റൻസ് ഇൻ ദ ആർമേച്ചർ സർക്യൂട്ട്, ദിസ് ഇസ് നോൺ ആസ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. അപ്പോൾ ഈ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാനനുസരിച്ച് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ 5 ആർമേച്ചർ, പിന്നെന്താണ് applied voltage by varying the applied voltage V. This is known as voltage control method. അപ്പോൾ 3 കൺട്രോൾ ആണ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ്, ഒന്ന് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ് പറയും. ലാസ്റ്റ് വൺ ഈസ് ദ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. സോ സ്പീഡ് കൺട്രോൾ ഓഫ് DC ഷണ്ട് മോട്ടർ, നമ്മൾ നേരത്തെ 3 എണ്ണം പറഞ്ഞെങ്കിലും ഈ 2 എണ്ണമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സ്പീഡ് ഓഫ് എ ഷണ്ട് മോട്ടർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ് ഓർ ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. അപ്പോൾ നമ്മൾ DC ഷണ്ട് മോട്ടറും DC സീരീസ് മോട്ടറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പിന്നെ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡും ആർമേച്ചർ കൺട്രോൾ മെത്തേഡും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് ഫ്രീക്വന്റ്ലി യൂസ്ഡ്, ഏത് ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ്, ബിക്കോസ് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ്. So first method, flux control method. It is based on the fact that varying the flux phi, the motor speed, that is N is directly proportional, inversely proportional to phi, can be changed, and hence the name flux control method. അപ്പോൾ ഈ ഇവിടേക്ക് വരുന്ന ഫ്ലക്സിനെ വാരി ചെയ്യിച്ചു കഴിഞ്ഞാൽ സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലക്സ് കൺട്രോൾ. അപ്പൊ എപ്പോഴും സ്പീഡിനെ റിലേറ്റ് ചെയ്തിട്ട് സ്പീഡ് കൺട്രോൾ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് നമ്മൾ വേരി ചെയ്യുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ചെയ്തിട്ട് നമുക്ക് സ്പീഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് എ വേരിയബിൾ റെസിസ്റ്റൻസ് നോൺ ആസ് ഷണ്ട് ഫീൽഡ് റിയോസ്റ്റാറ്റ് is placed in series with the shunt field winding as shown in the figure. അപ്പൊ ഈ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് എന്താണ് ഇത് ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ഫീൽഡ് ഉള്ള ഫ്ലക്സ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ദ ഷണ്ട് ഫീൽഡ് റിയോസ്റ്റാറ്റ് റെഡ്യൂസസ് ദ ഷണ്ട് ഫീൽഡ് കറന്റ് ISH. ഈ ഷണ്ട് ഫീൽഡ് റിയോസ്റ്റാറ്റ് കാരണം കൊണ്ട് അവിടുത്തെ ISH എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഹെൻസ് ദ ഫ്ലക്സ് phi എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. Therefore we can only raise the speed of the motor above the നോർമൽ സ്പീഡ്. അപ്പൊ സ്പീഡ് ഓഫ് ദ മോട്ടർ ഇതാണ്. ഇപ്പോൾ ഫീൽഡ് റിയോസ്റ്റാറ്റ് ഇല്ലാത്ത സ്പീഡ് എന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽഡ് റിയോസ്റ്റാറ്റ് വെച്ചിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ജനറലി ദിസ് മെത്തേഡ് പെർമിറ്റ്സ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഇൻ ദ റേഷ്യോ 3:1. അപ്പൊ ജനറലി നമുക്ക് 3:1 റേഷ്യോയിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുക. വൈഡർ സ്പീഡ് റേഞ്ചസ് tend to produce instability and poor commutation. Wider speed ranges എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും, അതേപോലെ പുവർ കമ്മ്യൂട്ടേഷനും ഉണ്ടാവും. അഡ്വാൻറ്റേജ്, ദിസ് ഈസ് an easy and convenient method. It is an inexpensive method since very little power is wasted in the shunt field rheostat due to relatively small value of ISH. Third one, the speed control exercised by this method is independent of load on the machine. And let's move to disadvantage. Only speeds higher than the normal speed can be obtained since the total field circuit resistance cannot be reduced below RSH, the shunt field winding resistance. Disadvantage എന്താ വെച്ചാൽ നമുക്ക് സ്പീഡ് കൺട്രോൾ കൂട്ടാൻ മാത്രമേ പറ്റുള്ളൂ, കുറക്കാൻ പറ്റില്ല. കാരണം ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഫിക്സഡ് ആയിട്ട് വരുന്നത്, അത് കുറച്ചാൽ മാത്രമേ നമുക്ക് ഈ സ്പീഡ് കൺട്രോൾ നമുക്ക് ബിലോ റേറ്റഡ് സ്പീഡിനായിട്ട് കുറക്കാൻ പറ്റുള്ളൂ. There is a limit to the maximum speed obtainable by this method. ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ഒരു limited. It is because the flux, if the flux is too much weakened, the commutation becomes poorer.
കൂടുതൽ ഫ്ലക്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറണ്ട് കുറച്ചിട്ട് വീക്കൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കമ്മ്യൂട്ടേഷൻ വളരെ കുറഞ്ഞു പോകും. ഓക്കെ, ഇനി വേറെ കാര്യം നോക്കി വെക്കേണ്ടത് എന്താ വെച്ചാൽ ഫീൽഡ് ഓഫ് എ ഷണ്ട് മോട്ടർ ഇൻ ഓപ്പറേഷൻ ഷുഡ് നെവർ ബി ഓപ്പൺഡ് ബിക്കോസ് ഇറ്റ്സ് സ്പീഡ് വിൽ ഇൻക്രീസ് ടു ആൻ എക്സ്ട്രീംലി ഹൈ വാല്യൂ. അപ്പൊ ഒരു ഷണ്ട് മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ, അതിന്റെ ഫീൽഡ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യും, നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഫ്ലക്സ് തീരെ ഇല്ലാതായി കഴിഞ്ഞാൽ ഡേഞ്ചറസ്ലി വാല്യൂ ആയിട്ട് എന്ത് ചെയ്യും, സ്പീഡ് ഇൻക്രീസ് ചെയ്യും. Next is armature control method. In this method, the voltage available across the armature is varying. The back EMF and hence the speed of the motor can be changed. അപ്പോൾ voltage across the armature, total voltage across the armature vary ചെയ്യുമ്പോൾ അവിടുത്തെ back EMF അതുപോലെ speed of the motor നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? This is done by inserting a variable resistance RC, that is known as controller resistance. It is known as controller resistance in series വിത്ത് ആർമേച്ചർ. ഈ ആർമേച്ചറിന് സീരീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ്, അതിന് പറയുന്ന പേരാണ് കൺട്രോൾ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക, എൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി മൈനസ് ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ദിസ് ആർ സി വരും. ആർമേച്ചർ റെസിസ്റ്റൻസ് പ്ലസ് ആർ സി വരും. അപ്പൊ ഈ ആർ സിനെ നമ്മൾ കൺട്രോൾ റെസിസ്റ്റൻസ് പറയാം. ഡ്യൂ ടു വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ കൺട്രോൾ റെസിസ്റ്റൻസ്, ഈ കൺട്രോൾ റെസിസ്റ്റൻസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കാരണം എന്താണ്, ബാക്ക് ഇ എം എഫ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. Since N is directly proportional to back EMF, speed is directly proportional to back EMF, the speed of the motor is reduced. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് ഓഫ് ദ മോട്ടർ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. So the highest speed obtainable is that corresponding to RC is equal to 0, that is normal speed. Hence this method can only be provide speed below the normal speed. അപ്പോ നേരത്തെ നമ്മൾ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡിൽ നമ്മൾ സ്പീഡ് നോർമൽ സ്പീഡിനെ കൂട്ടാനാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ എന്താണ്, ആർമേച്ചർ കൺട്രോൾ മെത്തേഡിൽ നോർമൽ സ്പീഡിനെ കുറക്കാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇവിടെ പറ്റുള്ളൂ. ഡിസഡ്വാൻറ്റേജ് എന്താണ്, എ ലാർജ് എമൗണ്ട് ഓഫ്, അപ്പൊ ഇവിടെ നോക്കിയേ, ഇതാണ് കൺട്രോൾ റെസിസ്റ്റൻസ് ഇല്ലാതെ ഉള്ള സ്പീഡ് എന്നുണ്ടെങ്കിൽ കൺട്രോൾ റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള സ്പീഡ് എന്തായിരിക്കും, ഇങ്ങനെ കുറക്കാൻ പറ്റും. A larger amount of power is wasted in the control resistance since it is carry full load armature current IA. ഇവിടെ larger amount of power waste ചെയ്യുന്നത്. The speed varies widely with the load since the speed depends upon the voltage drop in the control resistance and hence the armature current demanded by the load. Speed varies widely with the load. അപ്പോൾ നമ്മൾക്ക് വിചാരിച്ച അത്ര സ്പീഡ് കൺട്രോൾ പറ്റില്ല, നല്ല പെട്ടെന്ന് വേരി ചെയ്യിക്കൊണ്ടിരിക്കും. Okay, the output and efficiency of the motor are reduced. മോട്ടറിന്റെ ഔട്ട്പുട്ട് എഫിഷ്യൻസി ഇത് കാരണം കൊണ്ട് reduce ചെയ്യും. This method results in poor speed regulation. Poor speed regulation ഇത് കാരണം കൊണ്ട് ഉണ്ടാവും. Now, speed control of a DC series motor. The speed control of DC series motor can be obtained by നമ്മൾ പറഞ്ഞ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡും ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ്. ഫ്ലക്സ് കൺട്രോൾ മെത്തേഡിൽ നമുക്ക് ഫീൽഡ് ഡൈവേർട്ടേഴ്സ്, ആർമേച്ചർ ഡൈവേർട്ടർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മളുടെ ഈ ആർമേച്ചർ എന്നുള്ള ഡൈവേർട്ടറും ഫീൽഡ് ഡൈവേർട്ടറും വെച്ചിട്ടുള്ള പരിപാടിയാണ്. In this method, flux produced by the series motor is varied and hence the speed. അപ്പൊ സീരീസ് മോട്ടറിന്റെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്ത് വാരി ചെയ്യും. അപ്പോൾ നമുക്ക് സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റും, വാരി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒന്ന് ഫീൽഡ് ഡൈവേർട്ടേഴ്സ്. ഇൻ ദിസ് മെത്തേഡ് എ വേരിയബിൾ റെസിസ്റ്റൻസ് കോൾഡ് ഫീൽഡ് ഡൈവേർട്ടർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ സീരീസ് ഫീൽഡ് വൈൻഡിങ്. Its effect is to shunt some portion of the line current from the series field winding, thus weakening the field and increasing the speed. അപ്പോൾ ഇതിനെ പോണ ഫുൾ കറണ്ടിനെ ഇതിനെ കുറച്ച് ഡൈവേർട്ടർ വെച്ചിട്ട് ഡൈവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഫുൾ ഇത് ഇവിടെ എന്ത് ചെയ്യില്ല, ഫ്ലക്സ് ഇവിടെ കിട്ടില്ല. അപ്പൊ ഫ്ലക്സ് കുറയുന്നതനുസരിച്ചിട്ട് വീക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഈ ഫീൽഡ് വീക്കൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. The lowest speed obtainable is that corresponding to zero current in the diverter. Lowest speed എന്തായിരിക്കും, ലോവസ്റ്റ് സ്പീഡ്. അപ്പൊ ഫ്ലക്സ് ഇവിടെ കുറയുന്നതിനനുസരിച്ച് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഡൈവേർട്ടർ മിനിമം കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം ഫ്ലക്സ് ഉണ്ടാവും, അല്ലെ, മാക്സിമം ഫ്ലക്സ് ഉണ്ടാവും, അല്ല മാക്സിമം കറണ്ട് ഉണ്ടാവും. അപ്പൊ എന്താണ്, മാക്സിമം ഫ്ലക്സ് ഉണ്ടാവും. അപ്പൊ എന്താണ്, മാക്സിമം ഫ്ലക്സ് ആവുമ്പോൾ എന്തായിരിക്കും,
നോർമൽ സ്പീഡ് ഓഫ് ദ മോട്ടർ ആയിരിക്കും അതിന്റെ സ്പീഡ്. ഇനി ഇതേ റെസിസ്റ്റൻസിൽ കൂടെ കറണ്ട് റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്താൽ വേരി ചെയ്തിട്ട് കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീൽഡ് എന്ത് ഫ്ലക്സ് എന്തായിരിക്കും വളരെ മിനിമം ആവും. മിനിമം ആകുമ്പോൾ എന്ത് ചെയ്യും സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കോൺസിക്വന്റ്ലി ദിസ് മെത്തേഡ് can only provide speeds above the normal speed. നമ്മൾ നേരത്തെ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോർമൽ സ്പീഡ് കാട്ടി above മാത്രമേ പറ്റുള്ളൂ. The series field diverter method is often employed in the traction വർക്കിലാണ് യൂസ് ചെയ്യുന്നത്. Armature diverter in order to obtain speeds below the normal speed. നോർമൽ സ്പീഡിനെക്കാട്ടി ബിലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് കൺട്രോൾ മെത്തേഡിൽ തന്നെ ചെയ്യുന്നതാണ് ആർമേച്ചർ ഡൈവേർട്ടർ. നമ്മൾ ഇവിടെ ഒരു ആർമേച്ചർ ഡൈവേർട്ടർ ഇവിടെ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും. It is connected in parallel with the armature. So the diverter shunts some of the line current, this reducing the armature current. അപ്പോൾ നമ്മൾക്ക് എന്താണ് ആർമേച്ചർ ആ ഇതിലോട്ട് കുറച്ച് കറണ്ട് എന്ത് ചെയ്യും, പക്ഷെ ആർമേച്ചർ ഇതിലോട്ട് ഫ്ലോ ചെയ്യിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും നമ്മളുടെ ഫീൽഡിലുള്ള നമുക്ക് ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യും റെഡ്യൂസ് ചെയ്യും. Now for a given load, if IA is decreased, IA decrease ചെയ്ത് കഴിഞ്ഞാൽ flux phi must be increased. That is, since torque is proportional to flux into IA. അപ്പോൾ നമ്മളുടെ ഈ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ IA ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യണം. സിൻസ് N is directly proportional or inversely proportional to flux, the motor speed is decreased. അപ്പോൾ എന്ത് ചെയ്യും മോട്ടോർ സ്പീഡ് ഡിക്രീസ് ചെയ്യും. By adjusting the armature diverter, any speed lower than the normal speed can be obtained. അപ്പൊ ഈ ആർമേച്ചർ ഡൈവേർട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ സ്പീഡിനെക്കാട്ടിയും DC സീരീസ് മോഡല് സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അറ്റ് എനി വാല്യൂ. ഇനി മൂന്നാമത്തെ കേസാണ് ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ. ഇൻ ദിസ് മെത്തേഡ് ദ ഫ്ലക്സ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ഹെൻസ് ദ സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ഓൺ ദ സീരീസ് ഫീൽഡ് വൈൻഡിങ്. ഇവിടെ ഇങ്ങനെ ടാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് കൂട്ടാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലിങ്ങനെ വാരി ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. The switch S can short circuit any part of the field winding. ഈ സ്വിച്ച് ഏത് പാർട്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യാം, സ്പീഡ് റേസ് ചെയ്യാൻ പറ്റും. വിത്ത് ദ ഫുൾ ടേൺസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. ഫുൾ ടേൺസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നമുക്ക് ഉണ്ടാവുക, the motor runs at normal speed as the field turns are cut out. ഇതിങ്ങനെ പോണതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, higher than the normal speed നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാം. Next, paralleling field coils. This method is usually employed in the case of fan motors. Fan motors ആണ് യൂസ് ചെയ്യുക. By regrouping the field coils, നമ്മൾ ഈ ഫീൽഡിനെ ഓരോ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യാം. Several fixed speeds can be obtained. പല രീതിയിൽ ഈ സീരീസ് ഫീൽഡിനെ സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെവറൽ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റും. Next, armature resistance control. In this method, a variable resistance is directly connected in series with the supply to complete the motor. This reduces the voltage available across the armature and hence the speed falls. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു റെസിസ്റ്റൻസ് ആർമേച്ചറിന്റെ സീരീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു, അത് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, ആർമേച്ചർ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താണ്, സ്പീഡ് ഫോൾ ചെയ്യും. ബൈ ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് വേരിയബിൾ റെസിസ്റ്റൻസ്, ദിസ് വേരിയബിൾ റെസിസ്റ്റൻസ് വാല്യൂ, എനി സ്പീഡ് ബിലോ ദ നോർമൽ സ്പീഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ അതേപോലെ ബിലോ നോർമൽ സ്പീഡ് ഏത് സ്പീഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൈൻ ചെയ്യാൻ പറ്റും. This is the most common method employed to control the speed of DC series motor. DC series motor most common method ആണ്, അതായത് സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നില്ല. Although this method has poor speed regulation, this has no significance for series motors because they are used in varying speed application. അപ്പോൾ വേരിയസ് സ്പീഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതിൽ പ്രശ്നമൊന്നുമില്ല. The loss of power in the series resistance for many application of series motor is not too serious, since in this application control is utilized for a large portion of the time for reducing the speed under light load condition and is only used intermittently when the motor is carrying full load. അതായത് ലോസ് ഓഫ് പവർ ഇൻ സീരീസ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ അത്ര അധികം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അത് സീരിയസ് ഇഷ്യൂ അല്ല, കാരണം കൺട്രോൾ നമ്മൾ എന്താണ് സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്, അത് അണ്ടർ ലൈറ്റ് ലോഡ് കണ്ടീഷനിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലോഡ് കറണ്ട് ക്യാരി ചെയ്യുന്ന കേസും എന്താണ് കുറവായിരിക്കും. Now electric bike. Sometimes it
It is desirable to stop a DC motor quickly. നമുക്ക് ചില സമയത്ത് പെട്ടെന്ന് നിർത്തേണ്ടി വരും. This may be necessary in case of emergency or to save some time if the motor is being used for frequently repeated operation. The motor and its load may be brought to rest by using മെക്കാനിക്കൽ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക് ബ്രേക്കിംഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം. അപ്പൊ എമർജൻസി കണ്ടീഷനിൽ നമുക്ക് മോട്ടോർ പെട്ടെന്ന് നിർത്തേണ്ടി വരിക, പല പ്രോബ്ലംസ് വരും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത് മെക്കാനിക്കൽ, അതായത് ഫ്രിക്ഷൻ ബ്രേക്കിംഗ് ഓർ ഇലക്ട്രിക് ബ്രേക്കിംഗ്. ഇൻ മെക്കാനിക്കൽ ബ്രേക്കിംഗ് ദ മോട്ടർ is stopped due to the friction between the moving parts of the motor and the brake shoe. That is, kinetic energy of the motor is dissipated as heat. Mechanical braking has several disadvantages, including non-smooth stop and greater stopping time. അപ്പോൾ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ശരിക്കും കോണ്ടാക്ട് ശരിക്കും അവിടെ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്മൂത്ത് അല്ലാത്ത ഒരു കൂടുതൽ ടൈം എടുത്തിട്ടാണ് മെക്കാനിക്കൽ ബ്രേക്കിംഗ് നടക്കുക. ഇൻ ഇലക്ട്രിക് ബ്രേക്കിംഗ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ മൂവിംഗ് പാർട്സ്, that is motor, is converted into electrical energy which is dissipated in a resistance as heat, or alternatively it is returned to the supply source, that is regenerative braking. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ബ്രേക്കിംഗിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കൈനറ്റിക് എനർജി മൂവിംഗ് പാർട്സിന്റെ എന്ത് ചെയ്യും, നേരെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, ഹീറ്റ് അല്ലെങ്കിൽ അത് ഹീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ എന്ത് ചെയ്യും, അത് ഡെസിപ്പേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, എന്നിട്ട് അത് സപ്ലൈ സോഴ്സിലോട്ട് പോകും. അപ്പൊ ശരിക്കും നേരെ ഓപ്പോസിറ്റ് പോകുമ്പോൾ എന്താവും, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആയിട്ട് അവിടെ എഫക്റ്റ് ചെയ്യും. ഫോർ DC shunt as well as series motor, the following three methods of electric braking are used: rheostatic or dynamic braking, plugging, അല്ലെങ്കിൽ regenerative braking. It may be noted that electric braking cannot hold the motor stationary and mechanical braking is necessary. അപ്പോൾ നമുക്ക് മോട്ടോർ സ്റ്റേഷനറി ആയിട്ട് എപ്പോഴും വെക്കാൻ ഇലക്ട്രിക് ബ്രേക്കിംഗ് പറ്റില്ല, പക്ഷെ മെക്കാനിക്കൽ ബ്രേക്കിംഗ് അവിടെ എന്താണ് നെസസറി ആണ്. However, the main advantage of using electric braking is that it reduces the wear and tear of the mechanical brakes and cuts down the stopping time considerably due to high braking retardation. First one, rheostatic or dynamic braking. In this method, the armature of the running motor is disconnected from the supply and is connected across a variable resistance R. However, the field winding is left connected to the supply. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ആർമേച്ചർ സപ്ലൈന്ന് കട്ട് ചെയ്തിട്ട് ഒരു റെസിസ്റ്റൻസിൽ കൂടെ കൊടുക്കും. ഇത് ഓൾറെഡി സപ്ലൈയിൽ ഉണ്ടാവുകയും ചെയ്യും. ദ ആർമേച്ചർ while slowing down the armature, in armature diagram, while slowing down the rotates in a strong magnetic field, therefore operates as a generator. With strong magnetic field and a rotating generator active, sending a large current through resistance R above the resistance R kuda oru large current providing. This causes the energy processed by the rotating armature to be dissipated. Ab energy process of the event dissipate heat ആയിട്ട് പെട്ടെന്ന് ഡെസിപ്പേറ്റ് ചെയ്യും ഈ റെസിസ്റ്റൻസ്. ആസ് എ റിസൾട്ട് ദ മോട്ടോർ ഈസ് ബ്രോട്ട് ടു സ്റ്റാൻഡ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ എത്ര ചെയ്യുന്നുള്ളൂ, ഇവിടുത്തെ ഇതിന്റെ ഡിസ്കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഈ റെസിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്യാനോട് കൂടിയിട്ട് ഈ സപ്ലൈ പോകുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഇത് ജനറേറ്റർ ആയിട്ടായിരിക്കും. അപ്പൊ ആ പോകുന്ന സപ്ലൈ ഈ റെസിസ്റ്റൻസിൽ എന്ത് ചെയ്യും, ഡെസിപ്പേറ്റ് ചെയ്യും, ഹീറ്റ് ആയിട്ട് ഡെസിപ്പേറ്റ് ചെയ്യും. അപ്പൊ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇത് മോട്ടർ standstill condition. Now, this is a figure shows for dynamic braking of a shunt motor. The braking torque can be controlled by varying resistance R. Braking torque is resistance R which is controlled. If the value of R is decreased, R decreases as the motor speed decreases, the braking torque may be maintained at a high value. At a low value of speed, the braking torque becomes small and the final stopping the motor is due to friction. This type of braking is used extensively in connection with the control of elevators. അപ്പോൾ എലിവേറ്റേഴ്സ് അങ്ങനത്തെ അപ്ലിക്കേഷനിൽ, പിന്നെ അതുപോലെ in other application which motors must be started, stopped and reversed frequently. ഇടയ്ക്കിടയ്ക്ക് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ഫ്രീക്വന്റ്ലി റിവേഴ്സ് ചെയ്യുക. അപ്പോൾ എലിവേറ്റർ നോക്കിയൊക്കെ അപ്പ് പോവും, ഡൗൺ പോവും. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ റിയോസ്റ്റാറ്റ് ഡൈനമിക് ബ്രേക്കിംഗ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ അവിടെ സ്പീഡ് ടോർക്കിന്റെ കാര്യം പറഞ്ഞല്ലേ, സ്പീഡ് വെച്ചിട്ട്. നൗ ഹൗ ബ്രേക്കിംഗ് ടോർക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പീഡ് ഓഫ് ദ മോട്ടർ. അപ്പോൾ
ഫിഗർ റെഫർ ചെയ്യുക. ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആർമേച്ചർ കറന്റ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇ ബി ബൈ ആർ പ്ലസ് ആർ എ. ഇവിടെ ആർ എ ഉണ്ട്, ഇവിടെ ആർ ഉണ്ട്. അപ്പോൾ എന്താണ് ഇ ബി ബൈ ആർ പ്ലസ് ആർ എ, ഓർ ഇറ്റ് ഈസ് കെ വൺ ഇൻറ്റു എൻ ഫൈവ്, വേർ ഇ ബി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫൈവ് ഇൻറ്റു ആർ. അപ്പോൾ കെ വൺ ഇൻറ്റു എൻ ഫൈവ് ഡിവൈഡ് ബൈ ആർ എ വന്നു. ബ്രേക്കിംഗ് ടോർക്ക് ടി ബി പറഞ്ഞാൽ എന്താണ്? കെ ടു ഇൻറ്റു ഫൈവ് എ ഇൻറ്റു ഐ എ ആണ്. കെ ടു ഇൻറ്റു ഐ എ ഇൻറ്റു ഫൈവ് ആണ്. അപ്പൊ ഈ ആർമേച്ചർ കറണ്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കെ ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ഈ ടേമും കിട്ടിട്ടു. അപ്പൊ ഇതെന്തായി? ഈ കെ വണ്ണിനും കെ ടുവിനും കൂടി ഞാൻ കോൺസ്റ്റൻസ് ആക്കി എടുത്തിട്ട് കെ ത്രീ ആക്കി, പിന്നെ ആർ പ്ലസ് ആർ ഇതെല്ലാം കൂടി കോൺസ്റ്റൻസ് ആക്കി. പിന്നെ എന്താണ് വരുന്നത്? എന്നും സ്പീഡും ഫ്ലക്സും മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ എന്താണ്? ഇവിടെ ഒരു ഫ്ലക്സ് ഫൈവ് ഉണ്ട്, ഇവിടെ ഫൈവ് ഉണ്ട്. അപ്പൊ n ഇൻറ്റു ഫൈവ് സ്ക്വയർ. ഫോർ എ ഷണ്ട് മോട്ടോർ ഫൈവ് ഈസ് കോൺസ്റ്റന്റ്. Therefore ബ്രേക്കിംഗ് ടോർക്ക് ടി ബി ഈസ് ഡയറക്ട്ലി ഒരു ഷണ്ട് മോട്ടറിന് ഫ്ലക്സ് ഫൈവ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിൽ ബ്രേക്കിംഗ് ടോർക്ക് ടി ബി ആണ് എന്തായിരിക്കും? ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയി, പിന്നെ കെ ത്രീ കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. Therefore ബ്രേക്കിംഗ് ടോർക്ക് ഡിക്രീസസ് ആസ് ദ മോട്ടോർ സ്പീഡ് ഡിക്രീസസ്. അപ്പൊ ബ്രേക്കിംഗ് ടോർക്ക് ഡിക്രീസ് ചെയ്യും എപ്പോ? മോട്ടോർ സ്പീഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ. Next is plugging. In this method, connection to the armature are reversed so that motor tends to rotate in the opposite direction, thus providing the necessary braking effect. ഇവിടെ എന്താണ്? നമ്മളുടെ ആർമേച്ചറിന്റെ കറക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? മോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി കാണിക്കും. അപ്പൊ എന്ത് ചെയ്യും? നെസസറി ബ്രേക്കിംഗ് എഫക്ട് അവിടെ ഉണ്ടാവും. ഇപ്പൊ ഒരു മോട്ടർ ക്ലോക്ക് വൈസിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അതിന്റെ അത് തിരിച്ചു കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിൽ തിരിയാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അത് braking effect അവിടെ ഉണ്ടാവും. When the motor comes to rest, the supply must be cut off, otherwise the motor will start rotating in the opposite direction. ഇനി നമ്മൾ ഈ മോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് സപ്ലൈ കട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ദിസ് ഇസ് ദ ഫിഗർ shows plugging of a DC shunt motor. Note that armature connections are reversed. ഈ ആർമേച്ചർ കണക്ഷൻ എന്ത് ചെയ്തു? നേരെ ഇവിടെ റിവേഴ്സ് ചെയ്യും. while the connections of the field winding are kept same. നേരെ വെച്ച് ഫീൽഡ് വൈൻഡിങ്ങിന്റെ കണക്ഷൻ എന്ത് ചെയ്യും? സെയിം ആയിട്ട് കണക്ട് ചെയ്തത്. നിങ്ങൾ നോക്കി നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇത് നേരെ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. through a resistance. As a result, the current in the armature reverses during the normal running of the motor. That is, the back EMF EB opposes the applied voltage. However, when the armature connection are reversed, back EMF EB and B act in the same direction around the circuit. Therefore, a voltage equal to ഇവിടെ B minus EB ആണെങ്കിൽ ഇവിടെ B plus EB ആയിട്ട് വരും. Okay, armature circuit across. Since EB is approximately equal to V, ഇനി EB approximately equal to V ആകുന്നുണ്ട്, the impressed voltage is approximately 2V. അപ്പോൾ നേരത്തെ EB minus V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആയിരുന്നു. ഇപ്പൊ EB plus V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ approximately equal ആയതുകൊണ്ട് എന്തായി? 2V യുടെ കണ്ടീഷനിലോട്ട് വന്നു. In order to limit, limit അല്ല, this is in order to limit ആണ് കേട്ടോ. In order to limit the current to safe value, a variable resistance R is inserted in the circuit at the time of changing armature connection. ഒരു എന്താണ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെസിസ്റ്റൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. We now investigate how braking torque depends upon the speed of the motor, referring to the figure 5.142. Armature current IA is equal to എന്താണ്? V plus EB by R plus R. നേരത്തെ പറഞ്ഞ പോലെ അല്ല, ഇവിടെ V plus EB by R plus R. നേരത്തെ V minus EB ഉള്ള കണ്ടീഷനിലോട്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ V plus EB by RA plus RC നെ നമുക്ക് EB is inversely proportional to EB is directly proportional to 5 into N ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? V by RA plus RA plus EB ക്ക് വരെ എന്ത് കൊടുത്തു? EB ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് 5 into N അല്ലേ? K1 അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് N5 divided by RA plus R plus RA. ഇവിടെ നോക്കുക, ഇതൊരു ടേമും ഇതിനെ വേറെ ടേമുമായിട്ട് മാറ്റി. അപ്പൊ EBക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുത്തിട്ട് K1 N5 എന്നുള്ള ഇത് വന്നു. ബ്രേക്കിംഗ് ടോർക്ക് DB ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്കറിയാം K2 IA
5 ആണ്. അപ്പൊ ഈ I എവിടെ ഇട്ടു? അപ്പൊ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. ഇതിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മൊത്തം എടുത്തിട്ട് K3 ഇൻറ്റു ഇവിടുത്തെ 5ഉം ഇവിടെ എന്താണ് K4 ഇൻറ്റു N5² എന്നായിട്ട് എഴുതും. ഫോർ എ ഷണ്ട് മോട്ടോർ 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ഫോർ ബ്രേക്കിംഗ് ടോർക്ക് TB ഈസ് പ്രൊപ്പോർഷണൽ ടു ഈസ് ഈക്വൽ ടു K5 പ്ലസ് K6 എന്നുള്ള കണ്ടീഷൻ വരും. Thus ബ്രേക്കിംഗ് ടോർക്ക് ഡിക്രീസസ് ദ മോട്ടോർ സ്ലോസ് ഡൗൺ. അപ്പൊ ബ്രേക്കിംഗ് ടോർക്ക് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? മോട്ടോർ എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ there is some braking torque TB is equal to K5. ഇവിടെ കണ്ട ഒരു K5 even when the motor speed is 0. മോട്ടോർ സ്പീഡ് 0 ആയി കഴിഞ്ഞാലും അവിടെ നിന്നുണ്ടാവും ഒരു ചെറിയ ബ്രേക്കിംഗ് ടോർക്ക് അവിടെ ഉണ്ടാവും. Last one is the regenerative braking. In the regenerative braking, the motor is run as a generator. Regenerative braking le motor നമ്മൾ എന്ത് ചെയ്യും? Generator ആയിട്ട് run ചെയ്യും. As a result, the kinetic energy of the motor is converted into electrical energy. അപ്പോൾ നമ്മുടെ kinetic energy നെ electrical energy ആയിട്ട് convert ചെയ്തിട്ട് സപ്ലൈയിലോട്ട് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ബ്രേക്കിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ട് മെത്തേഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് ഷണ്ട് മോട്ടറിനുള്ളത്. ഇൻ വൺ മെത്തേഡ് ഫീൽഡ് വൈൻഡിങ് ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ. ഈ ഫീൽഡ് വൈൻഡിങ് എന്ത് ചെയ്യും? സപ്ലൈയിൽ നിന്ന് എന്ത് ചെയ്യും? ഡിസ്കണക്ട് ചെയ്യും. And field current is increased by exciting it from another source. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഫീൽഡ് കറണ്ട് വേറെ സോഴ്സ് വെച്ചിട്ട് അതിന്റെ സ്പീഡ് എന്ത് ചെയ്യും? അതിന്റെ കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. As a result, induced EMF E exceeds the supplied voltage. അപ്പൊ induced EMF E എന്ത് ചെയ്യും? ഈ induced EMF E എന്ത് ചെയ്യും? സപ്ലൈ വോൾട്ടേജിനെക്കാട്ടി എക്സീഡ് ചെയ്യും. അപ്പൊ അങ്ങനെ എക്സീഡ് ചെയ്ത് എന്ത് ചെയ്യും? മെഷീൻ ഫീഡ്സ് എനർജി ഇൻടു ദ സപ്ലൈ ആവും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഇൻഡ്യൂസ്ഡ് എനർജി ഇവിടുത്തെ വോൾട്ടേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ആർമേച്ചറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കൂടുക മീൻസ് എന്താണ്? അത് കറണ്ട് ഇങ്ങോട്ട് കൊടുത്തു തുടങ്ങും. ഓക്കെ, സോ അപ്പൊ എന്ത് ചെയ്യും? മെഷീൻ സ്ലോ ഡൗൺ ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെയിൻറ്റെയിൻ ഇൻഡ്യൂസ്ഡ് EMF അറ്റ് എ ഹയർ വാല്യൂ ദാൻ ദ സപ്ലൈ വോൾട്ടേജ്. നമുക്ക് ഹയർ വാല്യൂ സപ്ലൈ വോൾട്ടേജിനെക്കാട്ടി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. Therefore, this method is possible only for a limited range of speed. ഒരു ലിമിറ്റഡ് റേഞ്ച് ഓഫ് സ്പീഡിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ബ്രേക്കിംഗ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ സെക്കൻഡ് മെത്തേഡ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ ഡസ് നോട്ട് ചേഞ്ച് ബട്ട് ദ ലോഡ് കോസസ് ദ മോട്ടോർ ടു റൺ അബവ് ദ നോർമൽ സ്പീഡ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടുത്തെ കണ്ടീഷനിൽ ലോഡിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോ നമുക്ക് എന്താണ്? ക്രെയിനിലൊക്കെ ചെയ്യുന്ന പോലെ ആസ് എ റിസൾട്ട് ദ ഇൻഡ്യൂസ്ഡ് EMF E ബിക്കംസ് ഗ്രേറ്റർ ദാൻ ദ സപ്ലൈ വോൾട്ടേജ്. അപ്പോൾ ലോഡ് നല്ല കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF-നെക്കാട്ടി സപ്ലൈ വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയും. അഗൈൻ ദ ഡയറക്ഷൻ ഓഫ് ആർമേച്ചർ കറന്റ് I therefore reverses but the direction of shunt field current if remains altered. അപ്പൊ ഈ ഷണ്ട് ഫീൽഡ് കറന്റ് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും, പക്ഷെ ഇതിന്റെ കറന്റ് എന്ത് ചെയ്യും? ഇങ്ങോട്ട്. Hence the torque is reversed when the speed falls until E becomes less than V. അപ്പൊ എന്ത് ചെയ്യും? സ്പീഡ് ഈ വിയെക്കാട്ടും ലെസ് ആവുന്നതിന് വരെ അതെന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നടക്കുന്നത്. ഞാനിത് രാത്രിയാണ് ടച്ച് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഉറക്കം വരുന്നൊക്കെ ഉണ്ട്. എനിവേ ഇത് ഫുള്ള് കവറപ്പ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളും വായിച്ചു നോക്കാൻ. ഓക്കെ.